സർവശക്തനായ ദൈവത്തിൽ ആശ്രയവും വിശ്വാസവും കണ്ടെത്തിയവർ ജീവിത പരീക്ഷണങ്ങളിൽ തളരാതെ മുന്നേറുന്നവരാണ്. ശത്രു അവരെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഘട്ടങ്ങളിൽ അവർ ദൈവത്തിൽ മാത്രം ശരണപ്പെടുന്നു. 37-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. 2-ാം ലോകമഹായുദ്ധം സമാപിച്ചപ്പോൾ സഖ്യകക്ഷികൾ യുദ്ധത്തടവുകാരായി പിടിച്ചവരിൽ പട്ടിണി കൊണ്ട് വലഞ്ഞ നിരവധി കുട്ടികളുണ്ടായിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ കൊണ്ടുപോയി അവർക്ക് വയറു നിറയെ ആഹാരം നൽകി. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ പരിചരണങ്ങൾ ലഭിച്ചിട്ടും ആ കുട്ടികൾ അധികം പേരും അസ്വസ്ഥരായിരുന്നു. അവരിൽ പലർക്കും അന്ന് രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അവർ ഭയചകിതരും അസ്വസ്ഥരുമായിരുന്നു. ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായി ഒരു മനഃശാസ്ത്രജ്ഞനെ വരുത്തി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കിടക്കുവാൻ പോകുന്നതിന് മുമ്പ് ഓരോ കുട്ടിയുടെയും കയ്യിൽ ഓരോ കഷ്ണം ബ്രെഡ് നൽകി. ആ ബ്രെഡ് ഭക്ഷിക്കുവാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ ബ്രെഡ് കയ്യിലുണ്ടായിരുന്നതിനാൽ കുട്ടികളിൽ പലരും നന്നായി ഉറങ്ങി. അടുത്ത ദിവസത്തേക്ക് ഭക്ഷണമുണ്ട് എന്ന അറിവായിരുന്നു അവർക്ക് അന്ന് രാത്രി ഇറങ്ങുവാനുള്ള ആത്മവിശ്വാസം നൽകിയത്. മനുഷ്യ മനഃശാസ്ത്രം നന്നായി പഠിച്ചവർക്ക് മാത്രമേ ആ പ്രത്യേക സാഹചര്യങ്ങളിലുള്ള മനുഷ്യൻ്റെ വിചിത്ര പ്രതികരണങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ അസ്വസ്ഥയുടെ മൂലകാരണം കരുതുന്ന ദൈവത്തിലുള്ള അവിശ്വാസമാണ്. വിശ്വാസത്തെ അലസോരപ്പെടുത്തുന്ന സാഹചര്യങ്ങളും പ്രശ്നങ്ങളും നേരിടുമ്പോഴാണ് ചില വിചിത്രമായ പ്രതികരണങ്ങൾ നമ്മിൽ രൂക്ഷമാകുന്നത്. ക്രിസ്തീയ ജീവിത വിജയത്തിന് അടിയുറച്ച വിശ്വാസം നമുക്ക് ആവശ്യമാണ്. നമ്മെ സഹായിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഭൗതിക നന്മകളുടെ മടിത്തട്ടിൽ കഴിയുന്ന മനുഷ്യനും ചില സന്ദർഭങ്ങളിൽ അസ്വസ്ഥനായിട്ട് തീരാം. ദൈവവാഗ്ദത്തങ്ങളുടെ സ്മരണ മാത്രമേ അത്തരം സന്ദർഭങ്ങളിൽ അവനെ ആശ്വസിപ്പിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ശക്തമായ നിർണയങ്ങളാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും നമുക്ക് വേണ്ടി ദൈവത്തിന് പദ്ധതികളുണ്ടെന്നുമുള്ള സൂചനകളാണ് ദൈവത്തിൻ്റെ ഓരോ വാഗ്ദത്തങ്ങളുടെയും നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമ്മെ സഹായിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രിയരെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ആത്മീയ ഉന്നമനവും വിശുദ്ധീകരണവും നൽകുന്നു. അവ സമയാധിഷ്ഠിതമായി മാത്രമേ അവിടുന്ന് നമുക്ക് നിവർത്തിച്ചതിരിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക എന്നതാണ് പ്രാധാന്യം ഉള്ളത്. അതിനാൽ ഏതെങ്കിലും വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി ദുഃഖത്തോടെ നിങ്ങൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്വസിക്കുകയും ആനന്ദിക്കുകയും ദൈവത്തെ ആരാധിക്കുകയുമാണ് വേണ്ടത്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും എന്നാണല്ലോ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ദൈവവാഗ്ദത്തങ്ങളെ ഓർത്ത് ആനന്ദിക്കുക. ഒരു ദൈവത്തിനുള്ള പ്രത്യേക അവകാശം അതാണ്. നാം അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും സഹായകനായി വന്ന് നമ്മെ കരുതുവാനും ആശ്വസിപ്പിക്കാനും നമ്മുടെ ദൈവത്തിന് കഴിയും.